ഇന്നെൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കാൻ പോണ ഹോർലിക്സ് ആണ്. അപ്പം അമ്മൂമ്മൻ്റെ അടുത്ത് ചോദിക്കാം എന്തൊക്കെയാണ് ഹോർലിക്സിന് വേണ്ടത്. നിലക്കടല തോല് കളഞ്ഞ് ആദ്യം വറുത്ത് തോല് കളയുക, നന്നായിട്ട് കേടൊക്കെ കളഞ്ഞ് തോല് കളയുക, അതൊരു കപ്പ്. പിന്നെ ബദാം തോല് കളയണ്ട, അത് ഒന്ന് ചൂടാക്കി വെക്കണം. അപ്പോൾ അതൊരു കപ്പ്. ഗോതമ്പ് പൊടി അതേ അളവിൽ ഒരു കപ്പ്, അത് നന്നായിട്ട് ചൂടാക്കി പച്ചമണം പോണ വരെ ചൂടാക്കി എടുക്കുക. ഇതുണ്ടോ, ചൂടാക്കി എടുത്തു. ഇനി പഞ്ചസാര അതേ കപ്പിന് അരക്കപ്പ് പഞ്ചസാര. ഓക്കെ. അത് കഴിഞ്ഞ് പാൽപ്പൊടി അതേ കപ്പിന് ഒരു കപ്പ്. കൊക്കോ പൗഡർ നമ്മളിപ്പോൾ ഇതിന് വേണ്ടത് ഈ കപ്പിനല്ലേ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ പാൽപ്പൊടി. അത് പൊടിക്കണം കേട്ടോ, ഈ പഞ്ചസാര പൊടിക്കണം. പഞ്ചസാര നന്നായി പൊടിക്കണം. പൊടിച്ചിട്ട് എല്ലാം കൂടെ ലാസ്റ്റ് എല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ മിക്സിയിൽ ഇത് വെക്കണം. എല്ലാം കൂടെ ലാസ്റ്റ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം കൂടെ പൊടിച്ചതിന് ശേഷം ലാസ്റ്റ് അത് ഹോർലിക്സ് ആവും. ഇപ്പം നമുക്ക് പൊടിക്കാം, പഞ്ചസാര പൊടിക്കാം. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ പൊടിച്ചൊക്കെ കഴിഞ്ഞ് നല്ല പുകയൊക്കെ പോയിട്ട് ഒത്തിരി ഇനിയും പൊടിക്കണം. പൊട്ടുപോലെ നല്ല കരി പോലും കാണാൻ പറ്റില്ല, ഒരു തരി പോലും കാണാൻ പറ്റില്ല. നന്നായി പൊടിക്കണം. അങ്ങനെ പുകയൊക്കെ വരും, പക്ഷെ വലിയ മിക്സി എടുത്തില്ല. അതുകൊണ്ട് പൊട്ടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആളങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ടോ, വെള്ളയായി അല്ലേ അമ്മൂമ്മേ? വെള്ളയായി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? എന്താ ടേസ്റ്റ്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോ ഇപ്പൊ തന്നെ തിന്ന് എടുക്കുന്നു തോന്നുന്നു. ഇനി കടല ബദാം അങ്ങനെയൊക്കെ പൊടിക്കണം. ഇപ്പൊ നമ്മള് കടല ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി പൊടിക്കണം. ലാസ്റ്റ് അങ്ങനെ ഓഫാക്കിട്ടോ ഇത് നന്നായി പൊടിക്കണം. നന്നായി പൊടിക്കണം. അത്രയും മതി, ഇത്രയും പൊടിച്ചാലും മതി. ഇത്രയും പൊടിച്ചതിന് ശേഷം ചിലപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളമായി കഴിഞ്ഞാൽ പറ്റില്ല. നമ്മൾ ആക്കുമ്പോൾ ഇത്തിരി കട്ടിയായാലും കുഴപ്പമൊന്നുമില്ല.